ഉം. നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശകലനം ആരംഭിക്കാം. നിങ്ങൾ ശരിക്കും ഒരു നല്ല ഡ്രൈവറാണോ? റോഡിൽ വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് നല്ല മിടുക്കുണ്ടോ? ഒരു നിമിഷം സത്യസന്ധമായൊന്ന് ആലോചിച്ചു നോക്കൂ. അതെ, മിക്കവാറും ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ വന്ന ഉത്തരം അതെ, ഞാനൊരു നല്ല ഡ്രൈവറാണ് എന്നായിരിക്കും. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിക്കുന്നതെന്നാണ്. സത്യം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കേട്ടാൽ നിങ്ങളുടെ ഈ ആത്മവിശ്വാസം ഒന്ന് ആടിയേക്കാം. കാരണം പലപ്പോഴും നമ്മൾ സുരക്ഷിതമെന്ന് കരുതുന്ന ഈ അമിത ആത്മവിശ്വാസമാണ് റോഡിലെ ഏറ്റവും വലിയ കെണി. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമുണ്ട്. വാഹനം ഓടിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെയാണ് എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത്. എന്റെ ഡ്രൈവിംഗ് പെർഫെക്റ്റ് ആണ്, റോഡിലുള്ള ബാക്കി എല്ലാവർക്കും ഭ്രാന്താണ് എന്നൊരു അലിഖിത നിയമം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതെ അതെ, ഞാനും അങ്ങനെ തന്നെയാ ചിന്തിക്കാറുള്ളത്. ഈ ഒരു ചിന്താഗതി എങ്ങനെയാണ് ഒരു നിശബ്ദ കൊലയാളിയായി മാറുന്നതെന്നാണ് ഈ ഡീപ്പ് ഡൈവിൽ നമ്മൾ പരിശോധിക്കുന്നത്. സയ്യദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർഘർ സെ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ 4-ാം അധ്യായമാണ് നമ്മളിന്ന് പ്രധാനമായും കീറിമുറിക്കുന്നത്. വളരെ കൃത്യമായ ഒരു അനാലിസിസ് ആണ് ആ 4-ാം അധ്യായത്തിലുള്ളത്. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം വ്യക്തമായി അറിയാമല്ലോ. അതെ, ചുവപ്പ് ലൈറ്റ് കണ്ടാൽ വണ്ടി നിർത്തണം, ഹെൽമറ്റ് വെക്കണം, സീറ്റ് ബെൽറ്റ് ഇടണം എന്നൊക്കെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ ഇത്രയധികം അപകടങ്ങളുണ്ടാകുന്നത്? അവിടെയാണ് പ്രശ്നം. നമ്മുടെ തലച്ചോറിന് ഒരു കാര്യത്തെക്കുറിച്ച് അറിവുണ്ടാകുക എന്നതും ആ അറിവ് പ്രായോഗികമായി നമ്മുടെ ശീലമായി മാറുക എന്നതും തികച്ചും വ്യത്യസ്തമായ 2 പ്രക്രിയകളാണ്. അതായത് നമ്മുടെ അറിവും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ നമ്മുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്ന രീതിയും തമ്മിൽ വലിയൊരു വിടവുണ്ടല്ലേ? ഇതെന്തുകൊണ്ടാണെന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഈ അധ്യായം പറയുന്നത് പ്രശ്നം റോഡുകളുടെ വീതിയിലോ കുഴികളിലോ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലെ ശീലങ്ങളിലാണെന്നാണ്. ശരിയാണ്. ഒരു നിയമം അറിയാമെന്നതുകൊണ്ട് മാത്രം ആരും അത് പാലിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, ഡ്രൈവിംഗിൽ വലിയ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെയാണ് ഏറ്റവും വലിയ അബദ്ധങ്ങളിലേക്ക് വീണുപോകുന്നതെന്ന് ഈ പുസ്തകം വളരെ ശാസ്ത്രീയമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആദ്യം ചോദിക്കാനിരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ചില കാരണവന്മാർ പറയുന്നത് കേൾക്കാം, കഴിഞ്ഞ 20 വർഷമായി ഞാൻ വണ്ടി ഓടിക്കുന്നു, ഇതുവരെ ഒരു സൈക്കിളിൽ പോലും എന്റെ വണ്ടി തട്ടിയിട്ടില്ല, ഞാൻ അത്രയ്ക്കും സേഫ് ഡ്രൈവറാണ്. കേൾക്കുമ്പോൾ വളരെ നല്ലൊരു ട്രാക്ക് റെക്കോർഡായി തോന്നും. നമ്മളും വിചാരിക്കും അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നതെന്ന്. അതല്ലേ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുന്നത്. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗിൽ കൂടുതൽ പെർഫെക്ഷൻ കൊണ്ടുവരുമെന്നല്ലേ? അവരുടെ ആ അവകാശവാദത്തിൽ എന്താണ് പ്രശ്നം? അവിടെയാണ് സയ്യിദ് അബ്ദുൽ ഹക്കീം ഇതിനെ പൊളിച്ചെടുക്കുന്നത്. 20 വർഷമായി അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നത് ഒരിക്കലും 20 വർഷത്തെ സേഫ് ഡ്രൈവിംഗ് ആയി കണക്കാക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, അതങ്ങനെയല്ലേ കണക്കാക്കേണ്ടത്? വേറെ എങ്ങനെയാണ്? അത് ഒരു പക്ഷേ കഴിഞ്ഞ 20 വർഷമായി ശിക്ഷിക്കപ്പെടാതെ പോയ അവരുടെ അശ്രദ്ധയുടെ ഫലമാകാം. അൺപണിഷ്ഡ് കെയർലെസ്നെസ് എന്നാണ് പുസ്തകത്തിൽ ഇതിന് വിളിക്കുന്നത്. അൺപണിഷ്ഡ് കെയർലെസ്നെസ് എന്നുവെച്ചാൽ? അതായത് അവർ പലപ്പോഴും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം, സിഗ്നലുകൾ തെറ്റിച്ചിട്ടുണ്ടാകാം, ശ്രദ്ധ മാറിയിട്ടുണ്ടാകാം, പക്ഷെ ഭാഗ്യം കൊണ്ട് മാത്രം അപകടങ്ങൾ ഒഴിവായതാകാം. ഇതൊരു പുതിയ വീക്ഷണമാണല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് തെറ്റ് ചെയ്തിട്ടും അപകടം പറ്റിയില്ലെങ്കിൽ അത് ശരിയാണെന്ന് നമ്മുടെ തലച്ചോറ് വിശ്വസിച്ചു തുടങ്ങുമെന്നാണോ? എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ വെറുതെ വിശ്വസിക്കുകയാണോ? ആ ലോട്ടറി ഉദാഹരണം വളരെ മികച്ചതാണ്. നമ്മൾ ലോട്ടറി എടുക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ലല്ലോ, തികഞ്ഞ ഭാഗ്യം കൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് ഡ്രൈവിംഗിലെ ഈ അശ്രദ്ധകളും. ശരിയാണ്. അപ്പോ കഴിവല്ല, വെറും ഭാഗ്യം. ഇവിടെയാണ് പുസ്തകത്തിൽ പറയുന്ന 2 സെക്കൻഡ് നുണ എന്ന കൺസെപ്റ്റ് വരുന്നത്. ഉദാഹരണത്തിന്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലൊരു മെസ്സേജ് വരുന്നു എന്ന് കരുതുക. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണത്. നമ്മൾ ചിന്തിക്കും, വെറും 2 സെക്കൻഡ് അല്ലേ, ഒന്ന് നോക്കിയിട്ട് മാറ്റാം, മുൻപും ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ആ പഴയ ഭാഗ്യത്തിലുള്ള വിശ്വാസമാണ് വീണ്ടും അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ എന്റെ ഒരു സംശയം ഇതാണ്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കുന്നത് ശരിക്കും 1-2 സെക്കൻഡ് മാത്രമായിരിക്കില്ലേ? മുന്നിലുള്ള റോഡിൽ നിന്ന് വെറുമൊരു നിമിഷത്തേക്ക് കണ്ണെടുക്കുന്നത് അത്ര വലിയൊരു ദുരന്തത്തിന് കാരണമാകുമോ? അവിടെയാണ് നമ്മൾ കണക്കുകൾ പരിശോധിക്കേണ്ടത്. ഇതൊരു ചെറിയ നോട്ടമല്ല. നിങ്ങൾ ഹൈവേയിലൂടെ മണിക്കൂറിൽ വെറും 60 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നതെന്ന് കരുതുക. അത് വലിയ സ്പീഡൊന്നുമല്ലല്ലോ. അല്ല, വളരെ നോർമൽ സ്പീഡാണ്. എന്നാൽ ആ ഫോണിലേക്ക് നോക്കുന്ന വെറും 2 സെക്കൻഡുകൾ കൊണ്ട്
നിങ്ങളുടെ വാഹനം കടന്നു പോകുന്നത് ഏകദേശം 33 മീറ്റർ ദൂരമാണ്. ഓ 33 മീറ്റർ! ഞാൻ ആ ഒരു കണക്കിതിനു മുൻപ് ചിന്തിച്ചിട്ട് പോലുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണമായും അടച്ചുപിടിച്ചുകൊണ്ട് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ 1/3 ദൂരം നിങ്ങൾ വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണത്. ശരിക്കും ഞെട്ടിക്കുന്ന കണക്കാണ്. 33 മീറ്ററിനുള്ളിൽ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഡിവൈഡറിൽ നിന്ന് ഒരു പട്ടി റോഡിലേക്ക് ചാടിയാലോ നിങ്ങളുടെ തലച്ചോറിന് പ്രതികരിക്കാൻ യാതൊരു സമയവും ലഭിക്കില്ല. വെറും 60 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ എന്താകുമെന്ന് ഊഹിക്കാൻ പോലും ആകുന്നില്ല. സത്യം, അത് വളരെ ഭയാനകമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, ഫോൺ കയ്യിലെടുത്ത് നോക്കുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നം? എന്റെ കാറിൽ ബ്ലൂടൂത്ത് ഹാൻഡ്സ് ഫ്രീ സംവിധാനമുണ്ട്. ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെയല്ലേ സംസാരിക്കുന്നത്? അപ്പോൾ കണ്ണുകൾ റോഡിൽ തന്നെയല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഹാൻഡ്സ് ഫ്രീ സംവിധാനങ്ങൾ ശാരീരികമായി നിങ്ങളുടെ കൈകളെ സ്വതന്ത്രമാക്കുന്നുണ്ട് എന്നത് സത്യമാണ്. നിങ്ങളുടെ കണ്ണുകൾ റോഡിൽ തന്നെ ആയിരിക്കും. അതെ, പിന്നെന്താണ് പ്രശ്നം? എന്നാൽ നമ്മുടെ തലച്ചോർ അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യാൻ ഡിസൈൻ ചെയ്യപ്പെട്ട ഒന്നല്ല. നിങ്ങൾ ഹാൻഡ്സ് ഫ്രീയിൽ വളരെ ഗൗരവമുള്ള ഒരു ബിസിനസ് കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ തലച്ചോറിന്റെ കോഗ്നിറ്റീവ് ലോഡ് അഥവാ ചിന്താഭാരം മുഴുവൻ ആ സംഭാഷണത്തിലായിരിക്കും. അതായത് കണ്ണുകൾ റോഡിലുണ്ടെങ്കിലും തലച്ചോറ ഫോൺ കോളിലായിരിക്കുമെന്ന്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ. നിങ്ങളുടെ കണ്ണുകൾ റോഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ പോലും തലച്ചോർ കാണുന്നത് ആ ഫോൺ കോളിലെ കാര്യങ്ങളാകും. ഇതിനെ കോഗ്നിറ്റീവ് ടണലിംഗ് എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ടണലിംഗ്? അതെ. പെട്ടെന്നൊരു അപകടം മുന്നിൽ വന്നാൽ ബ്രേക്ക് ചവിട്ടാൻ നമ്മുടെ തലച്ചോറ് കൊടുക്കുന്ന സിഗ്നലിന് സാധാരണയേക്കാൾ കൂടുതൽ സമയം വേണ്ടിവരും. അതായത് കണ്ണു തുറന്ന് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിലും ശരിക്കും തലച്ചോറ് റോഡിലില്ല എന്നർത്ഥം. ഇവിടെ ഇനി മറ്റൊരു സംശയം കൂടിയുണ്ട്. എക്സ്പീരിയൻസ് ഡ്രൈവിംഗിനെ അപകടകരമാക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന, നമുക്ക് വളരെ പരിചിതമായ വഴികളിൽ നമ്മൾ കൂടുതൽ അപകടത്തിലാണെന്ന് പറയേണ്ടി വരുമല്ലോ. ഞാൻ എപ്പോഴും കരുതുന്നത് എനിക്ക് മനപ്പാടമുള്ള എന്റെ ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഞാൻ ഏറ്റവും സുരക്ഷിതനെന്നാണ്. അത് നമ്മുടെ മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണ്. അതിനെയാണ് സയ്യിദ് അബ്ദുൽ ഹക്കീം പരിചിതമായ വഴികളിലെ കെണി അഥവാ ഫെമിലിയാരിറ്റി ട്രാപ്പ് എന്ന് വിളിക്കുന്നത്. ഫെമിലിയാരിറ്റി ട്രാപ്പ്? അതെന്താണ് സംഭവം? നമ്മൾ എന്നും യാത്ര ചെയ്യുന്ന പരിചിതമായ വഴികൾ നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പുതിയ നഗരത്തിലൂടെ ആദ്യമായി വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ ഓരോ സിഗ്നലും ഓരോ വളവും ഓരോ കുഴിയും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. അതെ, പേടിയുള്ളതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയായിരിക്കും. എന്നാൽ ദിവസവും പോകുന്ന അതേ റൂട്ടിലാണെങ്കിലോ നിങ്ങളുടെ തലച്ചോർ അവിടെ ലൈവായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നില്ല. പകരം തലച്ചോറിൽ മുൻപേ സേവ് ചെയ്തു വെച്ചിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ചാണ് വാഹനം ഓടിക്കുന്നത്. എനിക്കത് പെട്ടെന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ കാണാതെ പഠിച്ചൊരു പാട്ട് പാടുന്നത് പോലെയല്ലേ ഇത്? എങ്ങനെയെന്ന് വിശദീകരിക്കാമോ? അതായത് ഒരു പാട്ട് നമ്മൾ 100 തവണ പാടിപ്പഠിച്ചാൽ പിന്നെ പാടുമ്പോൾ നമ്മൾ വരികൾ ഓർത്തെടുക്കാൻ കഷ്ടപ്പെടാറില്ലല്ലോ. ചുമ്മാ ചുണ്ടുകൾ അനങ്ങിക്കൊള്ളും. അതുപോലെ പരിചിതമായ റോഡിലെത്തുമ്പോൾ നമ്മൾ ശരിക്കും ഡ്രൈവ് ചെയ്യല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിലൊരു പ്ലേ ബട്ടൺ അമർത്തുക മാത്രമാണോ ചെയ്യുന്നത്? ആ പ്ലേ ബട്ടൺ ഉദാഹരണം വളരെ മികച്ചതാണ്. എന്നാൽ അവിടെ സംഭവിക്കുന്ന ശാസ്ത്രീയമായ മാറ്റം എന്താണെന്ന് നോക്കാം. നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗമാണ് പ്രവർത്തിക്കുന്നത്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ഓക്കെ. അതെ, അത് വളരെയധികം എനർജി ആവശ്യമുള്ളൊരു പ്രോസസ്സാണ്. എന്നാൽ ഒരു കാര്യം ശീലമായി മാറുമ്പോൾ തലച്ചോർ അതിന്റെ നിയന്ത്രണം ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തേക്ക് മാറ്റും. ഇതൊരു ഓട്ടോപൈലറ്റ് മോഡാണ്. എനർജി ലാഭിക്കാൻ തലച്ചോർ കണ്ടെത്തുന്ന ഒരു എളുപ്പവഴിയല്ലേ? അപ്പോൾ അങ്ങനെ പ്ലേ ബട്ടൺ അമർത്തി ഓടിക്കുന്നത് കുറച്ചുകൂടി സ്മൂത്തായ ഡ്രൈവിംഗ് നൽകില്ലേ? അതെങ്ങനെയാണ് അപകടമാകുന്നത്? റോഡിൽ ഈ ഓട്ടോപൈലറ്റ് വളരെ അപകടകരമാണ്. നിങ്ങൾ സ്ഥിരമായി പോകുന്ന വഴിയിൽ ഒരു ചെറിയ കുഴിയുണ്ടെന്ന് കരുതുക. ആ കുഴിയുടെ അടുത്തെത്തുമ്പോൾ നിങ്ങളുടെ ബേസൽ ഗാംഗ്ലിയ കൃത്യമായി കാലുകൾക്ക് നിർദ്ദേശം നൽകുകയും നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ചെയ്യും. അത് നല്ല കാര്യമല്ലേ? നിങ്ങൾക്കത് നല്ല കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് പിന്നിൽ വരുന്ന ഒരാൾ ഒരുപക്ഷെ ആ വഴിയിലൂടെ ആദ്യമായി വരുന്ന ആളാകാം. നിങ്ങൾക്ക് മുൻപിൽ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നത് അയാൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. ശരിയാണല്ലോ. നിങ്ങളുടെ ഈ ഓർമ്മ വച്ചുള്ള ഡ്രൈവിംഗ് പിന്നിൽ വരുന്ന ആൾക്ക് വലിയൊരു അപകടമുണ്ടാക്കിയേക്കാം.
അപ്പോൾ എൻ്റെ ഈ ഓട്ടോ പൈലറ്റ് ഡ്രൈവിംഗ് എന്നെ മാത്രമല്ല റോഡിലുള്ള മറ്റുള്ളവരെയും അപകടത്തിലാക്കുന്നു. ഈ പരിചിതമായ ചുറ്റുപാടുകൾ വേറൊരു പ്രശ്നവും ഉണ്ടാക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ മാത്രം എന്ന ചിന്ത. അതൊരു വലിയ പ്രശ്നമാണ്. തൊട്ടടുത്തുള്ള ബേക്കറി വരെ പോയി വരാൻ എന്തിനാണ് ഹെൽമെറ്റ് വയ്ക്കുന്നത് അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്ന ചിന്ത. അടുത്തല്ലേ ഉള്ളൂ, ഞാൻ പതിയെ പോയി വന്നോളാം എന്ന് നമ്മൾ സ്വയം ന്യായീകരിക്കും. കൃത്യമായി പറഞ്ഞാൽ ആ ജസ്റ്റ് ദിസ് വൺസ് എന്ന ചിന്തയാണ് എല്ലാ തെറ്റായ ശീലങ്ങളുടെയും തുടക്കം. ഒരു തവണ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ നമ്മുടെ തലച്ചോറിന് മനസ്സിലാകും, ഓ, ഹെൽമെറ്റ് ഇല്ലാതെ പോയാലും ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന്. അതായത് തലച്ചോർ അതൊരു ശീലമായി മാറ്റുമെന്നാണോ? അതെ. അതോടെ നമ്മുടെ ബേസിൽ ഗാംഗ്ലിയയില് അതൊരു പുതിയ നോർമലായി സേവ് ചെയ്യപ്പെടും. അടുത്ത തവണ ദൂരേക്ക് പോകുമ്പോഴും ഹെൽമെറ്റ് വെക്കാൻ നമുക്ക് മടി തോന്നും. ചെറിയ നിയമലംഘനങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ അപകടത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സ്ഥിരം ശീലമായി മാറുന്നതെന്ന് ഇവിടെ വ്യക്തമാണ്. ഇത് ശരിക്കും ആളുകളുടെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള കാര്യമാണ്. നല്ല തുറസായ ഹൈവേ കിട്ടിയാൽ ആളുകൾ 120 സ്പീഡിൽ പോകും. വണ്ടിയുടെ നിയന്ത്രണം പോകും എന്നറിയാമെങ്കിൽ കൂടിയും അവർ സ്പീഡ് കുറയ്ക്കില്ല. ശരിയാണ്, അതൊരു വലിയ റിസ്ക്കാണ്. എന്നാൽ പെട്ടെന്ന് മുന്നിലൊരു പോലീസ് ചെക്കിങ്ങോ ക്യാമറയോ കണ്ടാൽ എത്ര സ്പീഡിൽ വന്ന വണ്ടിയാണെങ്കിലും വളരെ കൃത്യമായി അവർ ബ്രേക്ക് ചെയ്ത് നിർത്തും. ഇതിനർത്ഥം അവർക്ക് സ്പീഡ് കുറയ്ക്കാൻ കഴിയില്ല എന്നല്ലല്ലോ. അതെ, അത് വണ്ടിയുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല. സമയലാഭത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയോ അവർ അമിത വേഗത സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് ചോയ്സ് അവരുടെ കൈകളിലാണല്ലേ? തീർച്ചയായും. എനിക്ക് വേഗത കുറയ്ക്കാൻ കഴിയില്ല എന്നൊരു ന്യായീകരണം അവിടെ സാധുവല്ല. പോലീസിനെ കാണുമ്പോൾ കൃത്യമായി വണ്ടി നിർത്താൻ അവർക്ക് കഴിയുമെങ്കിൽ സ്വന്തം ജീവന്റെ സുരക്ഷയെ കരുതി എന്തുകൊണ്ട് സാധാരണ സമയങ്ങളിലും ആ വേഗത നിയന്ത്രിച്ചുകൂടാ? വളരെ പ്രസക്തമായ ചോദ്യം. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ചത് നമ്മുടെ ചിന്തകളെയും ശീലങ്ങളെയും കുറിച്ചാണ്, തലച്ചോറിന്റെ ചില കുരുക്കുകളെക്കുറിച്ച്. എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഫിസിക്കലായ ചില പരിമിതികൾ റോഡിൽ വിലനാകാറില്ലേ? തീർച്ചയായും ഉണ്ട്. എനിക്ക് ഏറ്റവും പേടിയുള്ളത് പുലർച്ചെയുള്ള ഡ്രൈവിംഗ് ആണ്. ഈ 4 മണിക്കും 6 മണിക്കും ഇടയിൽ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നതായി വാർത്തകളിൽ കാണാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് മഞ്ഞ് കാരണവും വെളിച്ചക്കുറവ് കൊണ്ടുമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്നാണ്. മഞ്ഞും വെളിച്ചക്കുറവും കാരണങ്ങളാണെങ്കിലും അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു ശാസ്ത്രീയ വശമുണ്ടിതിന്. നമ്മുടെ ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്ക് അഥവാ സർക്കാഡിയൻ റിതം പ്രവർത്തിക്കുന്ന രീതിയാണത്. സർക്കാഡിയൻ റിതം പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള സമയം നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ വിശ്രമം ആഗ്രഹിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ കോർ ടെമ്പറേച്ചർ കുറയുകയും ഉറക്കം വരുത്തുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദനം പീക്കിലെത്തുകയും ചെയ്യും. ഹോ, അപ്പോൾ ഉറക്കം വരുന്നത് സ്വാഭാവികമാണല്ലേ? അതെ. ഈ സമയത്ത് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിചാരിച്ചാൽ പോലും ഉറക്കത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരു മിനിറ്റ്, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്റെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ്, എന്റെ കൈകൾ സ്റ്റിയറിംഗിലുണ്ട്. ഞാൻ എത്ര സ്ട്രോങ് ആയ കട്ടൻ കാപ്പി കുടിച്ചാലും ഈ സമയത്ത് എനിക്ക് ഉറക്കം വരുമെന്നാണോ പറയുന്നത്? കണ്ണ് തുറന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഉറങ്ങുന്നത്? അവിടെയാണ് മൈക്രോ സ്ലീപ്പുകൾ എന്ന പ്രതിഭാസം വില്ലനാകുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുകയായിരിക്കാം, എന്നാൽ നിങ്ങളുടെ തലച്ചോർ 1 മുതൽ 4 സെക്കൻഡ് വരെ പൂർണ്ണമായും ഷട്ട് ഡൗൺ ആകും. ഷട്ട് ഡൗൺ ആകുമെന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ഹാങ് ആയിട്ട് പെട്ടെന്ന് റീസ്റ്റാർട്ട് ആകുന്നത് പോലെ. കണ്ണുകൾ തുറന്നിരുന്നാലും റോഡിലെ കാഴ്ചകൾ നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്തില്ല. മൈക്രോ സ്ലീപ്പ്, അതായത് ഞാൻ ഉണർന്നിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷെ എന്റെ തലച്ചോറ് ശരിക്കും ഉറങ്ങുകയാണ്. അതെ, നിങ്ങൾക്കത് തിരിച്ചറിയാൻ പോലുമാകില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഭയാനകമാണ്. ഹൈവേയിൽ മണിക്കൂറിൽ 90 അല്ലെങ്കിൽ 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരാൾക്ക് 4 സെക്കൻഡ് മൈക്രോസ്ലീപ്പ് വന്നാൽ ആ വാഹനം ഏകദേശം 100 മീറ്ററോളം മുന്നോട്ട് പോയിട്ടുണ്ടാകും. കൃത്യമായ കണക്കാണ്. ഹോ, അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ നീളത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഡ്രൈവർ ബോധമില്ലാതെ ഒരു വാഹനം പാഞ്ഞു പോകുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ 100 മീറ്റർ ദൂരത്തിൽ വണ്ടി എവിടെ പോയി ഇടിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതൊക്കെ പഴയ കാലത്തെ കാറുകളുടെ പ്രശ്നമല്ലേ? ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്മാർട്ട് കാറുകൾ ഇറങ്ങുന്നുണ്ട്. ലെയിൻ അസിസ്റ്റ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് പുതിയ ടെക്നോളജികൾ ഒരുപാടുണ്ട്. ഇത്തരം സ്മാർട്ട് ഫീച്ചറുകൾ നമ്മളെ ഈ ഉറക്കത്തിൽ നിന്നും ഈ മൈക്രോസ്ലിപ്പുകളിൽ നിന്നും രക്ഷിക്കില്ലേ?
ഇങ്ങനെയുള്ള കാറുകളിൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് ഓടിക്കാമല്ലോ. അവിടെയാണ് വലിയൊരു വിരോധാഭാസം ഒഴിഞ്ഞിരിക്കുന്നത്. സാധാരണ സമയങ്ങളിൽ ഈ സ്മാർട്ട് ഫീച്ചറുകൾ സഹായകമാണെങ്കിലും പുലർച്ചെയുള്ള ഈ സമയത്ത് ഈ ടെക്നോളജികൾ യഥാർത്ഥത്തിൽ അപകടസാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ടെക്നോളജി നമ്മളെ സഹായിക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾ ക്രൂയിസ് കൺട്രോൾ ഓൺ ആക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് യാതൊരു പണിയുമില്ല. കാർ തനിയെ വേഗത നിലനിർത്തുന്നു. ലെയിൻ അസിസ്റ്റ് ഉള്ളതുകൊണ്ട് കാർ തനിയെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് കാരണം ഡ്രൈവറുടെ ശരീരത്തിന് ഒട്ടും അനങ്ങേണ്ടി വരുന്നില്ല. ശരീരം അനങ്ങാത്തത് എങ്ങനെയാണ് അപകടമാകുന്നത്? നിങ്ങളുടെ മസിൽ ആക്ടിവിറ്റി കുറയുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് പതുക്കെ താഴേക്ക് വരും. ഇത് തലച്ചോറിന് നൽകുന്ന സിഗ്നൽ എന്താണെന്നറിയാമോ? എന്താണ്? ശരീരം വിശ്രമിക്കുകയാണ്, ഇനി ഉറങ്ങാനുള്ള സമയമായി എന്നാണ്. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഉറക്കം വേഗത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ സ്മാർട്ട് കാറുകൾ നിങ്ങളെ സഹായിക്കുന്നതിന് പകരം കൂടുതൽ വേഗത്തിൽ മൈക്രോ സ്ലീപ്പിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ഓ, അപ്പോൾ നമ്മളെ സഹായിക്കാൻ വെച്ചിരിക്കുന്ന ടെക്നോളജി തന്നെ നമ്മളെ കുഴിയിൽ ചാടിക്കുന്നു. ഇതൊരു വലിയ ട്രാപ്പ് തന്നെയാണല്ലോ. പിന്നെ എൻ്റെ ഈ ഉറക്കം എന്നെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്. ഞാൻ ഇടിച്ചില്ലെങ്കിലും വേറെ പ്രശ്നങ്ങളുണ്ടാകില്ലേ? തീർച്ചയായുമുണ്ട്. നിങ്ങൾ മൈക്രോ സ്ലീപ്പിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ പെട്ടെന്ന് വണ്ടി വെട്ടിക്കുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യാം. ഇത് ഹൈവേയിൽ നിങ്ങൾക്ക് പിന്നിൽ വരുന്ന ഒരു വലിയ ചരക്ക് ലോറി ഡ്രൈവറെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓ, ലോറിക്കാർക്ക് പെട്ടെന്ന് നിർത്താൻ കഴിയില്ലല്ലോ. അതെ, രാത്രി സമയങ്ങളിൽ ലോറി ഡ്രൈവർമാർ പലപ്പോഴും മുന്നിൽ പോകുന്ന കാറിന്റെ ചുവന്ന ടെയിൽ ലൈറ്റുകൾ നോക്കിയായിരിക്കും അവരുടെ വണ്ടിയുടെ പൊസിഷനും വേഗതയും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതൊരു റെഫറൻസ് പോയിന്റാണ്. അതായത് നമ്മൾ വെട്ടിച്ചാൽ അവരും അപകടത്തിൽപ്പെടുമെന്ന്. നിങ്ങളുടെ കാർ പെട്ടെന്ന് ലെയിൻ മാറുകയോ ബ്രേക്ക് ചെയ്യുകയോ ചെയ്താൽ ടൺ കണക്കിനു ഭാരമുള്ള ആ വലിയ ലോറിക്ക് ആ വേഗതയിൽ പെട്ടെന്ന് നിർത്താൻ കഴിയില്ല. അത് നിങ്ങളുടെ കാറിന് മുകളിലൂടെയാകും കയറിപ്പോകുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയൽ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ റോഡ് ഒരിക്കലും നിങ്ങളുടെ ക്ഷീണമോ നിങ്ങളുടെ കാറിലെ ടെക്നോളജിയോ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളോ ഒന്നും നോക്കുന്നില്ല എന്നല്ലേ ഇതിനർത്ഥം? സത്യം. നിങ്ങൾ എത്ര ദൂരം യാത്ര ചെയ്തു, നിങ്ങൾക്ക് എത്രത്തോളം ഉറക്കക്ഷീണമുണ്ട്, നിങ്ങൾ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളോർത്ത് വിഷമിച്ചിരിക്കുകയാണോ എന്നൊന്നും റോഡിനറിയേണ്ട കാര്യമില്ല. അതെ, റോഡിന് അതൊന്നും പ്രശ്നമല്ല. അതൊന്നും റോഡ് പരിഗണിക്കില്ല. ആ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ്, പൊസിഷൻ, നിങ്ങളുടെ ശ്രദ്ധ ഇത് മാത്രമാണ് അവിടെ പ്രധാനം. അവിടെ ഫിസിക്സിന്റെ നിയമങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. മാസിനും വെലോസിറ്റിക്കും ഇമോഷൻസ് ഇല്ലല്ലോ. ആഹാ, ഈ ഇമോഷൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. നമ്മൾ എന്നും വാർത്തകളിൽ ഒരുപാട് റോഡപകടങ്ങൾ കാണാറുണ്ട്. വഴിയിൽ വെച്ച് ഭയാനകമായ അപകടങ്ങൾ നേരിൽ കാണുമ്പോൾ നമ്മളെല്ലാവരും വളരെ സങ്കടപ്പെടാറുമുണ്ട്. എല്ലാവർക്കും അങ്ങനെ സങ്കടം വരും. പലപ്പോഴും അന്ന് രാത്രി നമ്മൾക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ സ്വന്തം വണ്ടി എടുക്കുമ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഈ പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്? അപകടങ്ങൾ നേരിൽ കണ്ടിട്ടും നമ്മുടെ ശീലങ്ങൾ മാറാത്തതിന് പിന്നിലെ രഹസ്യമെന്താണ്? അതിന് കൃത്യമായ ഒരു ന്യൂറോളജിക്കൽ കാരണമുണ്ട്. നമ്മളൊരു ഭയാനകമായ അപകടം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭയവും സങ്കടവും നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഇമോഷണൽ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അമിഗ്ഡല, അതായത് അതൊരു ഇമോഷണൽ പ്രതികരണം മാത്രമാണല്ലേ? അതെ, അതൊരു വൈകാരികമായ പ്രതികരണം മാത്രമാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡ്രൈവിംഗ് ശീലങ്ങൾ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയയിൽ ആഴത്തിൽ പതിഞ്ഞതാണ്. ഇമോഷനും ഹാബിറ്റും പ്രവർത്തിക്കുന്നത് തലച്ചോറിന്റെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. ഓ, അപ്പോൾ ഭയം വരുമ്പോൾ മാറുന്ന ശീലമല്ല നമ്മൾ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഭയം കുറച്ചു കഴിയുമ്പോൾ അമിഗ്ഡലയിൽ നിന്ന് മാഞ്ഞുപോകും. പക്ഷെ ബേസൽ ഗാംഗ്ലിയയിലെ നിങ്ങളുടെ പഴയ ഡ്രൈവിംഗ് ശീലങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇന്നൊരു അപകടം കണ്ട് നെഞ്ചത്തടിച്ചു കരഞ്ഞാലും നാളെ രാവിലെ നമ്മൾ വീണ്ടും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്. സത്യം. മറ്റൊരാൾക്ക് സംഭവിച്ച അപകടം ഒരിക്കലും എനിക്ക് സംഭവിക്കില്ല എന്നൊരു തെറ്റായ വിശ്വാസം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം മാറാതെ ഒരു കാര്യവുമില്ല എന്നാണോ? ഇത് മാറ്റിയെടുക്കാൻ എന്താണ് ഒരു വഴി? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ആശയം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ട്രാഫിക് പോലീസിനെയോ ഫൈനിനെയോ പേടിച്ചു മാത്രം ഹെൽമറ്റ് വയ്ക്കുന്ന ഒരു നിയമലംഘകനിൽ നിന്നും നമ്മൾ മാറണം. അതായത് ഫൈൻ അടയ്ക്കാതിരിക്കാൻ വേണ്ടി മാത്രം നിയമം പാലിക്കുന്ന അവസ്ഥ മാറണം എന്ന്. അതെ,
സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും വില കൽപ്പിക്കുന്ന ഒരു ജീവൻ രക്ഷകനായി നമ്മൾ മാറേണ്ടതുണ്ട്. ഇതിനൊരു ഐഡന്റിറ്റി ഷിഫ്റ്റാണ് ആവശ്യം. നമ്മൾ നമ്മളെ തന്നെ എങ്ങനെ കാണുന്നു എന്നത് മാറണം. ഐഡന്റിറ്റി ഷിഫ്റ്റ് വളരെ നല്ലൊരു പോയിന്റാണ്. നിയമം പേടിച്ചിട്ടല്ല, മറിച്ച് ജീവന്റെ വില മനസ്സിലാക്കി നിയമങ്ങൾ പാലിക്കുന്ന ഒരാളായി നമ്മൾ സ്വയം മാറണം. എനിക്ക് തോന്നുന്നത് AI ക്യാമറകൾ വന്നപ്പോൾ ഫൈൻ അടയ്ക്കാതിരിക്കാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നതും എന്റെ വീട്ടിൽ എന്നെ കാത്തെന്റെ കുഞ്ഞുണ്ട്, എനിക്ക് സുരക്ഷിതമായി അവിടെ എത്തണമെന്ന് കരുതി സീറ്റ് ബെൽറ്റ് ഇടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ്. തീർച്ചയായും അത് തന്നെയാണ് പുസ്തകം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡിനും വലിയ വിലയുണ്ട്. ഓരോ യാത്രയും അവസാനിക്കേണ്ടത് നിങ്ങളുടെ വീട്ടുമുറ്റത്താണ്, അല്ലാതെ ആശുപത്രിയിലോ റോഡരികിലോ അല്ല. വളരെ ശരിയാണ്. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ പോലീസ് ഇല്ലെങ്കിലും നിങ്ങൾ ഹെൽമറ്റ് വയ്ക്കും, സ്പീഡ് കുറയ്ക്കും. ആ മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്തയിലും വരണം. ഈ ചർച്ച നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു. സയ്യിദ് അബ്ദുൽ ഹക്കീമിന്റെ പുസ്തകത്തിലെ ഈ 4-ാം അധ്യായം ശരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ശീലങ്ങളുടെ ഒരു എക്സ്റേ എടുത്ത് കാണിക്കുകയാണ് ചെയ്തത്. ഡ്രൈവിംഗ് എന്നത് വെറുമൊരു മെക്കാനിക്കൽ പ്രോസസ്സ് മാത്രമല്ല, അത് നമ്മുടെ ശീലങ്ങളുടെ, ശ്രദ്ധയുടെ, മനോഭാവത്തിന്റെയൊക്കെ വലിയൊരു പരീക്ഷണമാണ്. തീർച്ചയായും. റോഡ് എന്നത് നമ്മുടെ സ്വഭാവം കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ്. നമ്മൾ സത്യത്തിൽ എത്രത്തോളം ഉത്തരവാദിത്തമുള്ളവരാണെന്ന് റോഡിലെ നമ്മുടെ ഡ്രൈവിംഗ് കാണിച്ചു തരും. അതെ, ഇന്നത്തെ ഈ വിശകലനം കേൾക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ തിരിച്ചറിവ് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളോട് ഒരു പുതിയ കാര്യം കൂടി ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താണത്? നമ്മളിന്ന് സംസാരിച്ചത് നമ്മുടെ തലച്ചോർ എങ്ങനെ എളുപ്പവഴികൾ തേടുന്നു, എങ്ങനെ ഓട്ടോപൈലറ്റ് മോഡിലേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ചാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പിറകെയാണ്. അതെ, ഓട്ടോണമസ് വെഹിക്കിൾസ് ആണ് പുതിയ ട്രെൻഡ്. ഒരു കാറ് 90% സമയത്തും AI ഉപയോഗിച്ച് സ്വയം ഡ്രൈവ് ചെയ്യുകയും പെട്ടെന്ന് ഒരു വലിയ അപകടം മുന്നിൽ കാണുമ്പോൾ കാർ അതിന്റെ നിയന്ത്രണം ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നിങ്ങൾക്ക് കൈമാറുകയും ചെയ്താൽ എന്താകും അവസ്ഥ? ഹോ, അതൊരു ഭയപ്പെടുത്തുന്ന സാഹചര്യം തന്നെയായിരിക്കും. യാതൊരു ഡ്രൈവിംഗ് അറ്റൻഷനും ഇല്ലാതെ റിലാക്സ് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന് ആ ഒരു നിമിഷത്തിൽ കൃത്യമായ തീരുമാനമെടുത്ത് ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? അതോ ടെക്നോളജിയിലുള്ള ഈ അമിത ആശ്രയം മനുഷ്യന്റെ സ്വാഭാവികമായ പ്രതികരണശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കുമോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കേണ്ട വിഷയം തന്നെയാണ്. അടുത്ത തവണ കാറിന്റെ താക്കോലെടുക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. വീണ്ടും കേൾക്കാം. നന്ദി.